നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനെയിൽ കണ്ടിട്ട് വന്നിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CA കോഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയം കാണും. എന്താണ് CA കോഴ്സ്? CA കോഴ്സ് എവിടെയാണ് പഠിക്കേണ്ടത്? ഇതിൻ്റെ ഫീസ് എന്താണ്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്? എന്താണ് എല്ലാവരും പറയുന്നത്? CA എന്ന് പറയുന്ന കോഴ്സ് ആർക്കും എടുക്കാൻ പറ്റത്തില്ല, ഇതൊരു ബാലികേറ മലയാണ്, ഇത് ഭയങ്കര പാടാണ് പഠിക്കാൻ എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്തൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്? എത്ര രൂപ ചിലവാകും? ഇങ്ങനെ CA പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു 3 കൊല്ലം ട്രെയിനിങ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എത്ര നാൾ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം? എത്ര കൊല്ലം എടുക്കും? എത്ര വർഷം എടുത്ത് നമുക്കിത് പഠിക്കാം? ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ മനസ്സിലുള്ള കൂട്ടുകാരായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത്. കൊമേഴ്സ് ഫീൽഡിലെ ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻറ് എന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ CA കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കൂടാതെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ ഡിഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഡിഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CA, CMA, CS. CA എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി, അതുപോലെ CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, അതുപോലെ CS കമ്പനി സെക്രട്ടറി. ഇത് മൂന്നും ഇന്ത്യയിലെ ടോപ്പ് പ്രീമിയം കോഴ്സുകളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ജോലി കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരില്ല. അപ്പോൾ ഈ 3 കോഴ്സുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോന്നിൻ്റെയും വീഡിയോസിൻ്റെ ലിങ്ക് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ BCom കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ കോഴ്സിന് താല്പര്യപ്പെട്ടിട്ട് പഠിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ താഴെ ആ പ്ലേലിസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ 3 കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും താഴെ അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് CA കോഴ്സിനെ പറ്റിയിട്ട് സംസാരിച്ചു കൊടുക്കാം. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ആദ്യമേ എന്താണ് ഈ കോഴ്സിന്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കുറേ ലോസ് ഉണ്ട്, കുറേ നിയമങ്ങളുണ്ട്, നമുക്കറിയാം അല്ലേ? ഈ ഓരോ നിയമങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ നിയമം അനുശാസിക്കുന്ന രീതിയിൽ, ഈ നിയമം പറയുന്ന രീതിയിലായിരിക്കണം ബിസിനസ് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അങ്ങനെ നിയമം പറയുന്ന രീതിയിലാണ് ബിസിനസ് മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന് ഓരോ സ്ഥലത്തും ചെന്നിരുന്നിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല. ഇവർ കറക്റ്റായിട്ട് റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ പറയുന്ന രീതിയിലൊക്കെയാണോ ഇവരുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടത്തും. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അവരുടെ ബുക്കും റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം നോക്കുക, അത് ഓക്കെയാണ്, നമ്മൾ പറയുന്ന നിയമപ്രകാരമാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ അധികാരമുള്ള പല ആക്ടിലും പല ആൾക്കാരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ CA, CMA, CS. അപ്പോൾ അത് ചെയ്യാൻ റൈറ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് CA-ക്കാർ. ഓക്കെ, അവർ മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ CMA-ക്കും CS-ന് റൈറ്റ് ഉണ്ട്, പക്ഷേ പല പല ഫീൽഡുകളിലാണ് പലരുടെ റൈറ്റ്. ഓക്കെ, അതുകൂടാതെ നമുക്ക് കമ്പനികളുടെ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലകളിലും നമുക്ക് ഈ CA പ്രൊഫഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാൻ പറ്റും. അത് ഷെയർ മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫൈനാൻസിങ് കമ്പനികളായിക്കോട്ടെ, വലിയ മൾട്ടിനാഷണൽ കമ്പനികളായിക്കോട്ടെ, എവിടെ ആയാലും ഈ CA പ്രൊഫഷണൽസിന്, അതായത് എന്നൊക്കെ ബിസിനസ് ഉണ്ടോ, ഇന്ത്യയിൽ എവിടെയൊക്കെ ബിസിനസ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ CA ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് സ്ഥലത്ത്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം എന്നാണ് പല രാജ്യങ്ങളും പറയുന്നത്. അപ്പോൾ ആ ഇന്ത്യൻ ടാക്സ് സിസ്റ്റം പഠിച്ചിട്ട് അതിൽ എക്സ്പേർട്ട് ആയ ഒരാളാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റും കോസ്റ്റ് അക്കൗണ്ടന്റും ഒക്കെ. അപ്പോൾ അവരുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഓവർസീസ് ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റി പറ്റിയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യം പോലുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്പർ ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം, CA, CMA, CS എന്ന് പറയുന്ന ഈ 3 പ്രൊഫഷണൽ കോഴ്സും, കൊമേഴ്സിന്റെ 3 ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സും പ്രീമിയം കോഴ്സുകളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഇനി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഡൗട്ടാണ്, BCom-ന് പോവുകയാണെങ്കിൽ 3 വർഷം അല്ലെ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഓരോ വർഷത്തിൽ 2 സെമസ്റ്റർ, അങ്ങനെ മൊത്തം 6 സെമസ്റ്റർ പഠിക്കാനുണ്ട്. ഓരോ സെമ്മിലും മിനിമം ഒരു 6 പേപ്പർ 5 പേപ്പർ എന്നുള്ള രീതിയിലായിരിക്കും പഠിക്കാനുള്ളത്. സബ്ജക്റ്റുകളെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ട്. അതുപോലെ നമുക്ക് MCom അറിയാം, അതുപോലെ MBA അറിയാം, BBA അറിയാം, ഈ കോഴ്സുകളൊക്കെ അറിയാം അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ CA എന്ന് പറയുന്ന കോഴ്സിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 3 ലെവൽസ് ആണുള്ളത്. 3 ലെവൽസ്. ഒന്നെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ, 2 പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ്, 3 പറഞ്ഞാൽ ഫൈനൽ. അങ്ങനെ 3 ലെവൽസ് ആണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉപയോഗിക്കരുത്. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ടൊന്നും തീരുന്ന സംഭവമല്ല ഇത്. അത് നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാം. അടുത്തൊരു ചോദ്യം, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ CA ഒക്കെ പഠിക്കാനായിട്ട് ഏത് കോളേജിലാണ് പോവേണ്ടതെന്ന് അല്ലേ? നമ്മൾ BCom കൂടി പഠിക്കാൻ ഒരു കോളേജിൽ പോകണു, MCom പഠിക്കാൻ പോകണു, MBA പഠിക്കാൻ പോകണു, നമ്മൾ ഏതൊക്കെ ഡിഗ്രികൾ പഠിക്കാനാണോ അതൊക്കെ നമ്മളൊരു കോളേജുകളിൽ പോയിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ CA കോഴ്സ് പഠിക്കാൻ ഏത് കോളേജിലാണ് പോകേണ്ടത്? സത്യം പറഞ്ഞാൽ ഈ CA കോഴ്സ് പഠിക്കാൻ പ്രത്യേകിച്ച് കോളേജുകളിലൊന്നും പോകണ്ട. ഇതൊരു, നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതൊരു കറസ്പോണ്ടൻസ് ടൈപ്പ് ഓഫ് ഡിഗ്രി ആണെന്ന്. പക്ഷേ ഇതൊരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്, പക്ഷേ ഇതൊരു കറസ്പോണ്ടൻസ് ടൈപ്പ് ഓഫ് ഡിഗ്രിയാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രത്യേക ആക്ട് പാസ്സാക്കിക്കൊണ്ട് നിലവിൽ വന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് പ്രകാരം നിലവിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ആ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ് ഈ CA.
ഓക്കെ, അപ്പോൾ അത് പഠിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ എടുക്കണം. രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ വരും, നമുക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം. അത് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കോച്ചിങ് സെൻ്ററുകളുണ്ട്. ഈ കോച്ചിങ് സെൻ്ററുകളിൽ പോയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കോച്ചിങ് സെൻ്ററിൽ പോയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ +2 സ്കൂളിൽ പഠിക്കും അല്ലേ, അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. സ്കൂളിൽ പഠിക്കും, കൂടാതെ നമ്മൾ ട്യൂഷൻ സെൻ്ററുകളിൽ പോയി പഠിക്കില്ലേ, അതുപോലെ തന്നെ സ്കൂളിൽ നമ്മൾ ഇവിടെ എവിടെയും പോയി പഠിക്കുന്നില്ല, രജിസ്ട്രേഷൻ എടുക്കുന്നു, ബുക്കുകൾ നമുക്ക് അയച്ചു തരുന്നു. നമുക്ക് വേണമെങ്കിൽ കോച്ചിങ് സെൻ്ററുകളിൽ പോയിട്ടും കോച്ചിങ് എടുത്തിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ നോർമൽ വേയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ വേറെയാണ്. അല്ല, നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഫീസ് വേറെയാണ്. നോർമൽ വേയിൽ പോവുകയാണെങ്കിൽ ഒന്നുമില്ല, രജിസ്ട്രേഷൻ ഫീസും നമ്മുടെ എക്സാമിനേഷൻ ഫീസും മാത്രമേ വരൂ, ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും. പക്ഷേ കോച്ചിങ്ങിന് പോവുകയാണെങ്കിൽ ഇതിനകത്ത് അഡീഷണൽ കോച്ചിങ് ഫീസ് വരും, അതായത് നമ്മൾ ട്യൂഷൻ സെൻ്ററുകളിൽ കൊടുക്കുന്ന പൈസ അത് ഇതിനകത്ത് കൂട്ടില്ല, അത് മിക്കപ്പോഴും ഹയർ എമൗണ്ട് ആയിരിക്കും. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ശരി, എന്നാൽ നമുക്ക് ഇനി ഇതിൻ്റെ ഡ്യൂറേഷനെ പറ്റിയിട്ട് പറയാം അല്ലേ. ഒരു BCom പഠിക്കാനാണെങ്കിൽ 3 വർഷമാണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു CA ആവാൻ എത്ര വർഷം എടുക്കും അറിയണ്ടേ? നമുക്ക് ആ കാര്യത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. സത്യം പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഇയർ ഒന്നും പറയാൻ പറ്റില്ല, എത്ര നാളെടുക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം വരുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമുക്ക് എത്ര സമയം എടുത്ത് ഈ കോഴ്സ് പാസ്സാവാൻ പറ്റും എന്ന് പറയാൻ പറ്റാത്തത്. നമുക്കത് മനസ്സിലാക്കാം. CA എന്ന് പറയുന്ന ഈ കോഴ്സിനെ 3 ലെവലുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ, 2 പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ്, പിന്നെ ഫൈനൽ. അങ്ങനെ 3 സ്റ്റേജുകളാണുള്ളത്, 3 സെഗ്മെന്റുകളാണ്, 3 ലെവൽസ് ആണുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഒരു 10ാം ക്ലാസ് പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഫൗണ്ടേഷനിൽ രജിസ്ട്രേഷൻ എടുക്കാം. രജിസ്ട്രേഷൻ മാത്രമാണ്. എക്സാം എഴുതണമെങ്കിൽ 12th പാസ്സാവണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം, CA ഫൗണ്ടേഷൻ ലെവലിലേക്ക് എൻ്റർ ആവണമെങ്കിൽ, CA ഫൗണ്ടേഷൻ്റെ എക്സാം എഴുതണമെങ്കിൽ ഒരു കുട്ടി +2 പാസ്സായിരിക്കണം. ശരി, +2ൽ കൊമേഴ്സ് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ അത് കൂടാണ്ട് വേറെ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും പ്രശ്നമില്ല, +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ +2ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് പാസ്സായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ക്രൈറ്റീരിയ. അപ്പോൾ +2 പാസ്സായ ഒരു കുട്ടിക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഫൗണ്ടേഷൻ ലെവലിലേക്ക് അഡ്മിഷൻ എടുക്കാം. അങ്ങനെ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഫൈനൽ അല്ല, അതിനിടയ്ക്ക് ഒരു 3 വർഷത്തെ പീരീഡ് ഉണ്ട്. അതിന് നമുക്ക് ട്രെയിനിങ് സ്റ്റേജ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റേജ് എന്ന് നമുക്ക് വിളിക്കാം. അതായത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാനായിട്ട് നമുക്കൊരു 3 വർഷമുണ്ട്. ഈ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ ഈ 3 വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ആ 3 സ്റ്റേജ്. ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ്, അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു 3 വർഷത്തെ ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് ഫൈനൽ. ഇങ്ങനെ മൊത്തം 3 അല്ലെങ്കിൽ ഒരു 4 സ്റ്റേജ് ഉണ്ടെന്ന് പറയാം. ഇതിൽ ഓരോ സ്റ്റേജും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഓരോ സ്റ്റേജിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകളെ പറ്റിയിട്ടും അതിൻ്റെ ഫീസിനെ പറ്റിയിട്ടും എത്ര കാലം എടുക്കും, അതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്റ്റേജുകൾ ഡിസ്കസ് ചെയ്യാം. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BCom അല്ലെങ്കിൽ MCom അല്ലെങ്കിൽ നമ്മുടെ അതുപോലുള്ള ഡിഗ്രികളൊക്കെ പാസ്സായവർക്ക് ഈ ഫൗണ്ടേഷൻ സ്റ്റേജ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് നേരിട്ട് ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഫൗണ്ടേഷൻ സ്റ്റേജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നേരിട്ട് ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് എൻട്രി സ്കീം എന്നാണ്. പക്ഷേ അവിടെയും നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്, മാർക്കിന്റെ പെർസെൻറ്റേജ് ഉണ്ട്. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ഫൗണ്ടേഷൻ സ്റ്റേജ്. അതിന്റെ എലിജിബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. +2 പാസ്സായ ഒരു കുട്ടിക്കാണ് ഫൗണ്ടേഷനിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റുക. 10 ആണ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, എക്സാം എഴുതണമെങ്കിൽ +2. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ പറയാം, +2 പാസ്സായ കുട്ടികൾക്കാണ് ഫൗണ്ടേഷൻ ലെവൽ എഴുതാൻ പറ്റുക. ഓക്കെ, അത് മാത്രമല്ല കൊമേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോൺ കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. ശരി, ഈ ഫൗണ്ടേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 പേപ്പറുകളാണ്. നിങ്ങൾക്ക് ആ പേപ്പറിൻ്റെ പേരും ഏതൊക്കെയാണ് ആ സബ്ജക്റ്റുകളെന്നത് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഈ 4 സബ്ജക്റ്റുകളെ നമ്മൾ ഒരു ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. അതായത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ 4 സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫൗണ്ടേഷനിൽ ഒരു ഗ്രൂപ്പ് മാത്രമേ പഠിക്കാനുള്ളൂ, 4 സബ്ജക്റ്റ്. പക്ഷേ ഇതിൻ്റെ വിന്നിംഗ് എന്ന് പറഞ്ഞാൽ, ഇതെങ്ങനെയാണ് നമ്മൾ പാസ്സാവേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. അതായത് ഓരോ സബ്ജക്റ്റുകൾക്കും നമ്മൾ ഇൻഡിവിജ്വലി 40 മാർക്ക് മേടിച്ചിരിക്കണം. 100 മാർക്കിനാണ് എക്സാം. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും 40% ആയിട്ടുള്ള 40 മാർക്ക് നമ്മൾ മേടിക്കണം. പക്ഷേ ഒരു ഗ്രൂപ്പിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ എത്ര വേണം, 200 മാർക്കും വേണം. അതായത് 50% മാർക്കും വേണം. ഓക്കെ അല്ലേ, അവിടെയാണ് നമുക്ക് പണി കിട്ടുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ എന്ത് ചെയ്യും, ഓരോ സബ്ജക്റ്റിൻ്റെ 40 മാർക്ക് വെച്ച് മേടിച്ച് ജയിക്കും. പക്ഷേ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പിൽ 200 മാർക്ക് കാണില്ല. 40 വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ സബ്ജക്റ്റുകൾക്കും 40 മാർക്ക് മിനിമം വേണം. അത് കൂടാണ്ട് ടോട്ടൽ എടുക്കുമ്പോൾ 200 മാർക്കും വേണം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സംഭവം ഫെയിൽ ആവുന്നത് കൊണ്ടാണ് പിള്ളേർ പലപ്പോഴും ഈ CA പഠിക്കാനായിട്ട് ഒരുപാട് വർഷം എടുക്കുന്നത്. ഇത് ഫൗണ്ടേഷനിൽ മാത്രമല്ല, ഇന്ററിനും ഫൈനലിനും എല്ലാം ഈ സംഭവം ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഏതെങ്കിലും നമുക്കൊരു അഗ്രിഗേറ്റ് കിട്ടിയില്ല, അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ പറഞ്ഞ 200 മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഫുള്ള് നമ്മൾ നെക്സ്റ്റ് ടൈം എഴുതേണ്ടി വരും.
മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് ഫുള്ള് നമ്മൾ നെക്സ്റ്റ് ടൈം എഴുതേണ്ടി വരും. ഫൗണ്ടേഷനും ഇന്ററിനും എല്ലാം അങ്ങനെയാണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ 40 മേടിച്ചിട്ട് നമ്മൾ മാർക്ക് മേടിക്കുകയാണെങ്കിൽ ടോട്ടൽ എടുക്കുമ്പോൾ 160 ഉള്ളൂ, നമ്മൾ ഫെയിൽ ആവും. ഓക്കെ, ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കുക. എല്ലാത്തിനും നമ്മൾ 3 സബ്ജക്റ്റിന് 40 മാർക്കാണ് മേടിച്ചത്, ഒന്നിന് നമ്മൾ വാങ്ങിയത് 60 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എടുക്കുമ്പോൾ നമ്മൾ ഫെയിൽ ആവും. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ടോട്ടൽ എടുക്കുമ്പോൾ ഫെയിൽ ആയാൽ നമ്മൾ നെക്സ്റ്റ് ടൈം ആ ഒരു പേപ്പർ, ആ ഒരു ഗ്രൂപ്പ് ഫുള്ള് വീണ്ടും ഒന്നും കൂടി എഴുതേണ്ടി വരും. അങ്ങനെ ഒന്നും കൂടി എഴുതുമ്പോൾ 60 മാർക്ക് വാങ്ങിയ സബ്ജക്റ്റ് എഴുതണ്ട. ഓക്കെ, അത് അങ്ങനെ ഒരു എക്സംഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവില്ല, നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വന്നാലേ കൂടുതൽ മനസ്സിലാവും. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് നമ്മൾ ഫെയിൽ ആയി, പക്ഷേ അതിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് 60 മാർക്കിൽ കൂടുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ടൈം എഴുതുമ്പോൾ ആ പേപ്പറുകൾ എഴുതണ്ട, അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഫൗണ്ടേഷനും ഇന്റർമീഡിയറ്റിനും ഫൈനലിനും ഇതുപോലെ തന്നെയാണ്, സെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു, അത് പാസ്സായാൽ നേരെ ഇന്റർമീഡിയറ്റിലേക്ക് വരാം. ഇന്റർമീഡിയറ്റിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ പാസ്സായിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CMA CS, ഇത് രണ്ടും, അതിന്റെ രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് ലെവൽ പാസ്സായവർക്കും ഇവിടെ നേരിട്ട് ഇന്റർമീഡിയറ്റ് ലെവലിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അതാണ് ഒരു സ്റ്റേജ്. ശരി, ഡയറക്റ്റ് എൻട്രി സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതായത് BCom അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡിഗ്രികൾ പാസ്സായിട്ട് വരുന്നവർക്ക് അതിൻ്റെ കാര്യം നമുക്ക് ഈ ഒരു സംഭവം ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. ശരി, ഈ ഇന്റർമീഡിയറ്റ് ലെവലിൽ നമുക്ക് പഠിക്കാൻ 2 ഗ്രൂപ്പുകളാണുള്ളത്. 2 ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ 4 സബ്ജക്റ്റ്, ഒരു ഗ്രൂപ്പിൽ 4 സബ്ജക്റ്റ്. ആ സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കാം, സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെയും വിന്നിംഗ് പെർസെൻറ്റേജ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വലി 40 മാർക്ക് മേടിക്കണം. ടോട്ടൽ എടുക്കുമ്പോൾ 50% മാർക്ക്. ഒരു ഗ്രൂപ്പാണ് നമ്മൾ എഴുതുന്നെങ്കിൽ നമുക്ക് ഈ 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 2 ഗ്രൂപ്പും വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം, അല്ലെങ്കിൽ 2 ഗ്രൂപ്പും ഓരോ പ്രാവശ്യമായിട്ട് എഴുതാം. ഓരോ പ്രാവശ്യമായിട്ട് എഴുതുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റ് ജയിക്കാൻ മിനിമം 40 മാർക്കും ടോട്ടൽ 200 മാർക്കും വേണം. 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റ് ജയിക്കാൻ 200 മാർക്കും ടോട്ടൽ 400 മാർക്കും വേണം. ശരി, ഇനി സത്യം പറഞ്ഞാൽ ഈ ഇന്റർമീഡിയറ്റ് ലെവൽ മുതലാണ് ഈ CA എന്ന് പറഞ്ഞ കോഴ്സിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഇന്റൻസിറ്റി നമുക്ക് മനസ്സിലാവാം. പഠിക്കാനുള്ള ടെക്സ്റ്റുകൾ തന്നെ ഒരുപാടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റുകളുടെയും ഇൻ ഡെപ്ത് നോളജ് ആണ് നമുക്ക് വേണ്ടത്. ഇൻ ഡെപ്ത് നോളജ്, കാരണം നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സാണ് പഠിക്കുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചികിത്സയ്ക്ക് പോവാണ്. ആ ഡോക്ടർക്ക് കണ്ണിനെ പറ്റിയിട്ട് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡോക്ടറെ അടുത്ത് പോവും? ഇല്ല. അയാൾക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തെ പറ്റിയിട്ടും ശരീരത്തിൽ വരുന്ന അസുഖങ്ങളെ പറ്റിയിട്ടും എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞാലേ പോകും. അതുപോലെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ ഈ പഠിക്കാൻ പോണ CA. അവിടെയും ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റുകളെ പറ്റിയിട്ടും ഇൻ ഡെപ്ത് നോളജ് നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഈ ഇന്റർ ലെവലിലും നമ്മളിപ്പോൾ ഈ പറഞ്ഞ 40%, 50% മാർക്ക് വാങ്ങി പാസ്സായാൽ നമുക്ക് നേരിട്ട് ഫൈനൽ ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഒരു 3 വർഷത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് പീരീഡ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് എന്നൊക്കെ വിളിക്കാറുള്ളത്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കീഴിൽ പോയിട്ട് നമ്മളൊരു ജൂനിയർ ആയിട്ട് ഒരു ആർട്ടിക്കിളായിട്ട് 3 വർഷം വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ 3 വർഷം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് സ്റ്റൈഫൻഡ് കിട്ടും. അങ്ങനെ 3 വർഷത്തിലെ 2.5 years, 2.5 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലിൻ്റെ എക്സാമിനേഷൻസ് എഴുതി തുടങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഇന്റർമീഡിയറ്റും കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങും കഴിഞ്ഞു. ട്രെയിനിങ് കഴിഞ്ഞാൽ ഇതുപോലെ നേരെ ഫൈനലിൽ നമുക്ക് പഠിക്കാൻ 2 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ആ 2 ഗ്രൂപ്പിലും കൂടെ 8 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സബ്ജക്റ്റിന്റെ പേര് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അവിടെ ഈ വിന്നിംഗ് പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞതുപോലെ സെയിം ആണ്. അങ്ങനെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫൈനലും പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ എന്തായി? ഒരു CA ആയിട്ട് മാറി. ഇനി നമ്മൾ നേരത്തെ പെൻഡിങ് വെച്ച ആ ഡയറക്റ്റ് എൻട്രി സ്കീം ഞാൻ പറഞ്ഞുതരാം. അതായത് BCom, MCom, MBA അല്ലെങ്കിൽ BSc, അങ്ങനെ അതുപോലുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി പാസ്സായിട്ട് വരുന്നവർക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് നേരിട്ട് എൻറോൾ ആവാം. അങ്ങനെ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് നേരിട്ട് എൻറോൾ ആവാൻ പറ്റും. ഏത്? നമ്മൾ ഈ പറഞ്ഞ ഡിഗ്രി പാസ്സായവർക്ക്. ഓക്കെ, ഡിഗ്രിയിൽ വീണ്ടും ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCom, MCom ഇതുപോലുള്ള ഡിഗ്രികളാണെങ്കിൽ 55% മാർക്ക് വാങ്ങി പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് എങ്ങോട്ട് ഇന്റർമീഡിയറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നോൺ കോമേഴ്സ് ആയിട്ടുള്ള ഡിഗ്രികളാണ് നമ്മൾ പറഞ്ഞ BSc അങ്ങനെയുള്ള ഡിഗ്രികളൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 60% മാർക്ക് വേണം. 60% മാർക്ക് ഉണ്ടെങ്കിൽ നേരിട്ട് ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റൂ. അങ്ങനെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡയറക്റ്റ് എൻട്രി സ്കീം പ്രകാരം ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് നേരിട്ട് ഇന്റർമീഡിയറ്റിന്റെ എക്സാമിനേഷൻ എഴുതാൻ പറ്റൂല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3 വർഷത്തെ ട്രെയിനിങ്ങിൽ മിനിമം 9 മാസത്തെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ, മിനിമം 9 മാസത്തെ ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്റർമീഡിയറ്റിന് എക്സാമിനേഷൻ എഴുതാൻ പറ്റൂ.
പറ്റും. അങ്ങനെ 9 മാസം ഡയറക്റ്റ് എൻട്രി സ്കീം പ്രകാരം നമ്മൾ അഡ്മിഷൻ എടുക്കുക, 9 മാസം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുക. ഈ 9 മാസം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ ഇന്റർമീഡിയറ്റിന് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. പാസിംഗ് പെർസെൻറ്റേജും വിന്നിംഗ് ക്രൈറ്റീരിയ എല്ലാം സെയിം തന്നെയാണ്. അത് കഴിഞ്ഞാൽ 3 വർഷത്തെ ട്രെയിനിങ്ങിൽ 9 മാസം നമ്മൾ ചെയ്യേണ്ട, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ട്രെയിനിങ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ സെയിം തന്നെയാണ്. പിന്നെ അതിനുശേഷം ഫൈനൽ ലെവൽ, അത് കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി. ഇതിനിടയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റേജ് കൂടിയുണ്ട്. അതായത് ഒരു IT അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ ഈ ഇന്റർമീഡിയറ്റ് ലെവലിലും ഫൈനൽ ലെവലിലും നമുക്ക് നടത്താറുണ്ട്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് വരുന്ന സോഫ്റ്റ്വെയറുകളെ പറ്റിയിട്ടും അതുപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് കുറച്ച് സ്കില്ലുകളും കൂടെ പഠിപ്പിച്ച് തരുന്ന ചെറിയ ചെറിയ കോഴ്സുകളും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് ലെവൽ പഠിക്കുമ്പോഴും ഫൈനൽ ലെവൽ പഠിക്കുമ്പോഴും അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ ആ സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. അതൊരു IT അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ട്രെയിനിങ് പോലെ ഒരു 4 വീക്സിന്റെ പ്രോഗ്രാമാണ്. അത് ഇന്റർമീഡിയറ്റിനും ഉണ്ട്, ഫൈനൽ ലെവലിനും ഉണ്ട്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, CA ആവാനായിട്ട് എത്ര വർഷം എടുക്കും? എത്ര വർഷം നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ എത്ര വർഷം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു CA ആയി മാറാം? ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ നമ്മൾ പാസ്സായി, അത് കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ്, അതിന്റെ 2 ഗ്രൂപ്പും ഒരുമിച്ച് എഴുതി പാസ്സായി, അത് കഴിഞ്ഞ് 3 വർഷത്തെ ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് ഫൈനലും അതും 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതി പാസ്സായി. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ മിനിമം ഒരു 4.5 to 5 ഇയേഴ്സ് എന്തായാലും എടുക്കും. ഒരു 4.5-5 വർഷം മിനിമം എന്തായാലും എടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ ഗ്രൂപ്പുകൾ തോക്കുന്നതനുസരിച്ചിട്ട് മുന്നോട്ട് ഒരു 6 മാസം കൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, മറ്റൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും 2 പ്രാവശ്യമാണ് എക്സാമിനേഷൻസ് നടത്താറുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും 2 പ്രാവശ്യം എക്സാമിനേഷൻസ് നടത്താറുണ്ട്, എല്ലാ മെയിലും അതുപോലെ നവംബറിലും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഒരു മെയിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നവംബറിൽ നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് ഡ്യൂറേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ ഗ്രൂപ്പാണ് എഴുതുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ 6 മാസം കൂടെ അഡീഷണൽ ആവും. അല്ല, 2 ഗ്രൂപ്പ് എഴുതുകയാണെങ്കിൽ 6 മാസം കൊണ്ട് നമുക്ക് ആ ഒരു ലെവൽ പാസ്സാവാൻ പറ്റും. 2 ഗ്രൂപ്പ് എഴുതുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പക്ഷേ പറ്റുമൊക്കെ ചെയ്യും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോച്ചിങ്ങും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഹാർഡ് വർക്ക് അല്ല, നമുക്ക് വേണ്ടത് സ്മാർട്ട് വർക്കാണ്. ഇത് മനുഷ്യന്മാരുണ്ടാക്കിയ കോഴ്സാണ്. ഇത് നമ്മൾ മനുഷ്യന്മാരെ വിചാരിച്ചു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറ്റും. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഫീസ് എത്ര രൂപ ചെലവഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫൗണ്ടേഷൻ, അതായത് എല്ലാ സ്റ്റേജിലും നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഓരോ സ്റ്റേജിലും ഫൗണ്ടേഷനും രജിസ്ട്രേഷൻ ചെയ്യണം, ഇന്റർമീഡിയറ്റിനും ഫൈനലിനും, ഈ 3 സ്റ്റേജിലും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ എഴുതുമ്പോൾ ഒരു എക്സാമിനേഷൻ ഫീ കൂടി നമ്മൾ എന്ത് ചെയ്യണം? പേ ചെയ്യണം. ഇതാണ് നമുക്ക് വരുന്ന ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൗണ്ടേഷന്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 9,200 rupees, 9,200 രൂപ. അതുപോലെ ഫൗണ്ടേഷന്റെ എക്സാമിനേഷൻ ഫീ വരുന്നത് 1,500 രൂപയാണ്. ഇന്റർമീഡിയറ്റ് ആകുമ്പോൾ 18,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. 18,000 rupees ആണ് രജിസ്ട്രേഷൻ ഫീസ്. 2 ഗ്രൂപ്പിന്റെയും എക്സാം ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,700 രൂപ. നേരെ ഫൈനലിലേക്ക് വരികയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 22,000 രൂപയും 2 ഗ്രൂപ്പും ഒരുമിച്ച് എക്സാമിനേഷൻ എഴുതാൻ ഒരു 3,300 രൂപയും. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഫീസാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ എക്സാമിനേഷൻ ഒരു പ്രാവശ്യം തോറ്റു, ഇപ്പോൾ ഫൗണ്ടേഷന്റെ ആ എക്സാമിനേഷൻ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതിയപ്പോൾ നമ്മൾ ഫെയിൽ ആയി, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ വീണ്ടും 1,500 രൂപ പേ ചെയ്യേണ്ടി വരും. രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ട 1,500 രൂപ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു IT ഓറിയന്റേഷൻ ട്രെയിനിങ് പോലെ ഒരു 4 വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട് ഇന്റർമീഡിയറ്റിലും ഫൈനലിലും എന്ന് പറഞ്ഞില്ലേ, അതിന് ഒരു 6,500 7,000 രൂപയോട് അടുപ്പിച്ച് അതിനും ഒരു എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഒരു ചുരുങ്ങിയ ചെലവ് പറയുകയാണെങ്കിൽ 84,700 84,700 രൂപ കൊണ്ട് നമുക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പറ്റും. ഏറ്റവും ചെറിയ കോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ചുരുങ്ങിയ കോസ്റ്റ്. ഇനി നമ്മൾ എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോവുകയാണെങ്കിൽ ഫൗണ്ടേഷൻ ലെവലിലെ കോച്ചിങ് ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20,000 മുതൽ 30,000 ആ ഒരു റേഞ്ചിലായിരിക്കും കേരളത്തിലെ പല സ്ഥാപനങ്ങളും മേടിക്കുന്നത്. പല സ്ഥാപനങ്ങളും മേടിക്കുന്ന പല രീതിക്കാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഫൗണ്ടേഷൻ ഏകദേശം ഒരു 20 മുതൽ ഒരു 30 വരെയും, അതുപോലെ ഇന്റർമീഡിയറ്റ് ലെവലിൽ ഒരു 45 മുതൽ 60 വരെയും, ഫൈനലിന് ഒരു 50-60 ആ ഒരു റേഞ്ചിലുമായിരിക്കും പോവുക. അപ്പോൾ ഇത് എക്സ്ട്രാ വരുന്ന കോസ്റ്റ് ആണ്. ഇത് കോച്ചിങ്ങിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ചിലവാക്കേണ്ട കോസ്റ്റ് ആണ്. ഇനി എന്താ പറയാനുള്ളത്? കഴിഞ്ഞില്ല, ഇതുപോലെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങളുടെ കയ്യിൽ മനസ്സിൽ കാണും. നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ആ ഒരു പ്ലേലിസ്റ്റ് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് CA, CMA, CS പോലുള്ള 3 പ്രൊഫഷണൽ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസുകൾ അറിയാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന പല സംശയങ്ങളുടെയും നിങ്ങൾക്ക് മറുപടി കാണും. അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്, CA, CMA, CS പോലുള്ള ഇന്ത്യൻ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വൈസ് ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വിജയിക്കും. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.